നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? സിനിമാ ഡയലോഗ് സഭയിൽ വീണ്ടും ആവർത്തിച്ച് പൊട്ടിച്ചിരിപ്പിക്കുകയാണ് തൃത്താല MLA VT ബൽറാം. LDFന്റെ സഭയിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് VT ബൽറാം സിനിമാ ഡയലോഗ് ആവർത്തിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഭയിൽ സംസാരിക്കുകയാണ് LDF MLA മാർ. 10 കൊല്ലം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ അവസാന കാലത്ത് പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അത് നടപ്പിലാക്കിയില്ല എന്ന് പഴിചാരി UDFന്റെ നെഞ്ചത്ത് കയറുന്നു. സഭയിൽ നട്ടാൽ കിളിർക്കാത്ത നുണകൾ ഉന്നയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിനെ നാണം കെടുത്തുന്ന ഇടതുപക്ഷത്തിനോടാണ് VT ബൽറാം ചോദിക്കുന്നത്, നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്ന്. തെരുവിൽ പ്രതിഷേധത്തിന്റെ പേരിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന SFIക്ക് പുതിയ നിർവചനം കൂടി കൊടുക്കുന്നുണ്ട് VT ബൽറാം. സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നതിന് പകരം സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ബൽറാം SFI നിർവചിക്കുന്നത്. ബൽറാമിന്റെ ഇടതുപക്ഷവാദത്തിന്റെ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. ഇന്ന് അവതരിപ്പിച്ച ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ് സർ. ഇന്ന് രാവിലെ ഇവിടെ ഒരു അടിയന്തര പ്രമേയം അല്ലെങ്കിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രമേയം ഉപക്ഷേപം നമ്മൾ കേട്ടു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. 120 മാസം അധികാരത്തിലിരുന്ന ആളുകൾ അതിൽ 118 മാസവും നൽകാത്ത ഒരു ആനുകൂല്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നാലെ വെച്ച് ജനങ്ങൾക്ക് നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുമ്പോൾ അത് എത്ര ഹീനമായിട്ടുള്ള രാഷ്ട്രീയമായ ഒരു തന്ത്രമാണ് എന്ന് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് സർ. അതാണ് ഈ ജനവിധിയിൽ കലാശിച്ചത്. ഇതേ തന്ത്രമാണ് നിതീഷ് കുമാർ ബീഹാറിൽ പരീക്ഷിച്ചത്. പക്ഷെ ബീഹാറിലെ ജനങ്ങളല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ അതിന്റെ പൊള്ളത്തരത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞു, അത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് വീണ്ടും അതുപോലത്തെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളും അവകാശവാദങ്ങളും സമരങ്ങളായിട്ട് പോലും ഇവർ മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ നിനക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ള ആ സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സർ, ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന 10 വർഷമായി സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയി നിന്ന ആളുകൾ ഇപ്പൊ ഭരണം മാറിയപ്പോൾ വന്ന് പറയുകയാണ് പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഡിഗ്രി സൗജന്യം നടപ്പാക്കണമെന്ന്. എന്തിനാണ് സാർ ഈ അവസാന ബജറ്റ് വരെ എല്ലാം കാത്തുവച്ചത് കഴിഞ്ഞ 10 വർഷം? സർ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു കരാറിന്റെ സ്വഭാവമുള്ള കാര്യമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നാൽ തിരിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്കായി ഇന്ന കാര്യങ്ങൾ ചെയ്യാം, നാടിനു വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഡീംഡ് കോൺട്രാക്റ്റാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. അങ്ങനെ അധികാരത്തിൽ വന്ന ആളുകൾ അത് നടപ്പാക്കാനുള്ള അവസരം മുഴുവൻ കളഞ്ഞു കുളിച്ച് ആ കാലഘട്ടത്തിൽ മുഴുവൻ ജനവഞ്ചന നടത്തി അവസാനം വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാൽ അത് തിരിച്ചറിയപ്പെടും എന്ന് ഇതാ കേരളം അസന്നിഗ്ധമായി വിധി എഴുതിയത് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 102 ആളുകൾ ഇപ്പുറത്തിരിക്കുന്നത്. സർ, ഇന്ന് അപ്പുറത്തൊരു അംഗം ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് വീണ്ടും പറയുകയാണ്. എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്തല്ലേ സർ. ഇതേപോലെ 2004 അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എന്നാൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുന്നണി രൂപത്തിലായിരുന്നില്ല, UPA രൂപത്തിലായിരുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്കാണ് അന്ന് ദേശീയ തലത്തിൽ, കേരളത്തിൽ UDF ഉണ്ടെങ്കിലും ദേശീയ തലത്തിൽ ഒറ്റയ്ക്കാണെന്ന് 2004 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിന് മുൻപാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായിരുന്നു, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 100 ദിവസം സൗജന്യമായി തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു നിയമനിർമ്മാണം ഇവിടെ കൊണ്ടുവരുന്നു. കാരണം കോൺഗ്രസിനത് പറയാം. കോൺഗ്രസിന്റെ സംസ്ഥാന ഗവൺമെന്റുകൾ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെ അതിന്റെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കി പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള പാർട്ടിയാണ്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം അന്ന് UPA ഇല്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് UPA ഉണ്ടായത്. UPA ഉണ്ടായിട്ട് പോലും ഭരണത്തിലെത്താൻ കുറച്ച് MP-മാരുടെ കുറവ് വന്നപ്പോഴാണ് ഇടതുപക്ഷം അന്ന് പുറത്തുനിന്ന് പിന്തുണച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശാലമായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന നിലയിൽ കോമൺ മിനിമം പ്രോഗ്രാമിലും അത് ഇടം പിടിച്ചു. കോൺഗ്രസിന്റെ ഗവൺമെന്റ് അത് നടപ്പാക്കി. ആദ്യം 200 ജില്ലകളിൽ നടപ്പാക്കി. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ചു. ഇത്രയും കൃത്യമായി തെളിവ് സഹിതം അനുഭവ സാക്ഷ്യങ്ങൾ സഹിതം ഉള്ളൊരു കാര്യത്തിന് ഇപ്പോഴും ക്യാപ്സ്യൂൾ അടിച്ച് നടക്കുകയാണ് സർ. ഈ ഒരു ഗതികേട് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാവരുത്. സത്യസന്ധമായി നിങ്ങൾ ജനങ്ങളോട് കാര്യം പറയണം. നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കൂ.
ഈ ഗവൺമെന്റിനെ ജനങ്ങൾ ഞങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സർ. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരുപാട് പാരസൈറ്റുകളെ തൂത്ത് വൃത്തിയാക്കാനുള്ള പ്രവൃത്തി നിങ്ങൾ അടിയന്തരമായി ഏറ്റെടുക്കണമെന്നുള്ളതാണ് സർ. വലിയൊരു പാരസൈറ്റിക് കൾച്ചർ ഇവിടെ ഉണ്ടായി വന്നിരിക്കുകയാണ്. ഒരു കമ്മി ഇക്കോസിസ്റ്റം ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായി വന്നിരിക്കുകയാണ്. അത് അക്കാദമികളിലുണ്ട്, വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളിലുണ്ട് സർ. PSC യെ കുറിച്ച് പോലും ഇപ്പൊ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. പരീക്ഷ അട്ടിമറി PSC നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് സർ ഒരു സർക്കാരിന്റെ ലെജിറ്റിമസിയിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുക? എല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ BJP സർക്കാർ എങ്ങനെയാണോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്യാപ്ചർ ചെയ്തത്, അതേ നിലയിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുണ്ടായ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപ്ചർ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കണം. കൃത്യമായിട്ടുള്ള ക്ലെൻസിംഗ് ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധിക്കണം സർ. 10 വർഷമായി പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ആയിരുന്ന ഓരോ മാസവും 1-1.5 ലക്ഷം ശമ്പളം വാങ്ങിയ ആളുകൾ 120 മാസം അവർക്ക് കിട്ടിയ ശമ്പളം എടുത്തു നോക്കിയാൽ 1 കോടിക്ക് മുകളിൽ വരും ഒരുപക്ഷെ. എന്നിട്ട് പോലും സർക്കാരിന്റെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പ്രതികളെ കൂട്ട് നിന്നുകൊണ്ട് പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായി അവർ വാദിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സർ. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ അടിയന്തരമായി അവിടെ നിന്ന് തൂത്തെറിയാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് സർ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സർ. ക്ഷേമനിധികളുടെ കുടിശ്ശിക നേരത്തെ ബഹുമാനപ്പെട്ട കുഞ്ഞിഷ്ണയുടെ അടക്കമുള്ള മെമ്പർമാരോട് സൂചിപ്പിച്ചു. അടിയന്തരമായി പരിഹാരം കാണേണ്ട ഒരു കാര്യമാണ് സർ. 18-20 മാസമായി ക്ഷേമനിധികൾ അംശാദായം അടയ്ക്കുന്ന ആളുകൾക്ക് പോലും അതിന്റെ ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട് സർ. അതോടൊപ്പം CMDRF-ൽ നിന്ന് പൈസ പാസ്സായി എന്നുള്ള അറിയിപ്പ് വന്നിട്ടും 8-10 മാസമായി ആ പൈസ കിട്ടാത്ത അനുഭവമുണ്ട്. ഞങ്ങൾ പുതിയ ജനപ്രതിനിധികൾ എന്ന നിലയിൽ പലരെയും കാണുമ്പോൾ അവർ നമുക്ക് പുതിയ അപേക്ഷ തരികയാണ്. ഇതാ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് നൽകിയതാണ്, CMDRF നിന്ന് പൈസ പാസ്സായി എന്നുള്ള കത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ, കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല സർ. ആ പെൻഡിങ് കുടിശ്ശിക ഉണ്ടോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടൊന്ന് ശ്രദ്ധിച്ച് അത് ക്ലിയർ ചെയ്യണം.